ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുത്രൻ. എല്ലാ നമ്പറും കയ്യിലുണ്ട്. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് കേട്ടോ, നെഗറ്റീവായിട്ടല്ല. അദ്ദേഹം സ്വന്തമായി PR ചെയ്യുന്ന ആളാണ്. ഒരു മനുഷ്യൻ്റെ സഹായം ആവശ്യമില്ല, ഒരു പൈസയുടെ സഹായം ആവശ്യമില്ല. ഇന്നലെ പുതുപ്പള്ളി ജനകീയ കൂട്ടായ്മയെന്നോ ജനകീയ സാംസ്കാരിക വേദിയിൽ നിന്ന് എന്തോ ഒരു പേരൊക്കെ ഇട്ട് 10,000-2,000 പേർക്ക് സാരി കൊടുത്തു. 2 കോടി രൂപയുടെ സാരി കൊടുത്തു എന്നുള്ളതാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ, പുതുപ്പള്ളി ഏരിയ സെക്രട്ടറിയുടെയൊക്കെ ആക്ഷേപം. 2 കോടി രൂപയുടെ സാരി കൊടുത്തു. പിന്നെ അത് കൊടുക്കാൻ വേണ്ടി കുറേ പൈസ ചിലവാക്കി. എല്ലാം കൂടെ 5-6 കോടി രൂപ. ഇത് എവിടെ നിന്നാണ് ഈ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. പക്ഷേ എന്തായാലും ഇന്നലെ അതിമനോഹരമായ രീതിയിൽ ഹരിതകർമ്മസേന, ആശാ വർക്കേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് ജീവനക്കാർ, തൊഴിലുറപ്പിൻ്റെ ആളുകൾ, അയാളുടെ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് സാരി ഫ്രീ ആയിട്ട് കൊടുത്തു. വിവിധ നിറത്തിലുള്ള സാരി ഫ്രീ ആയിട്ട് കൊടുത്തു. അബ്സല്യൂട്ട്ലി ഫ്രീ. ഇനി എന്ത് വേണം അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ജയിക്കാൻ? തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ച ശേഷം കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം വരും. തിരഞ്ഞെടുപ്പിന് മുമ്പെയാണ് കൊടുത്തത്. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പേ കൊടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ കോടതിയിൽ ആരെങ്കിലും കേസിന് പോകുമോ എന്നറിയില്ല. എന്തായാലും സാരി കിട്ടിയ സഹോദരിമാരെല്ലാം ഹാപ്പിയാണ്. അവർക്കെല്ലാവരും സാരി വാങ്ങിച്ചു കൊടുത്തു. ഇദ്ദേഹം കല്യാണവും കഴിച്ചിട്ടില്ല, ചാണ്ടി ഉമ്മൻ. അപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സാരിക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, അങ്ങനെയും പൈസ ചിലവില്ല, ഒറ്റയാനാണ്, അപ്പം ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് MLA ആണ്, പൈസ അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ എല്ലാവർക്കും സാരി വാങ്ങിച്ചു കൊടുത്തു. CPM ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്, ഇതെന്ത് ചെയ്യണമെന്നറിയാതെ. തമിഴ്നാട്ടിലാണ് സാധാരണ ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ പിന്നെ 5,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. നിതീഷ് കുമാർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ ഗവൺമെൻറ് പരിപാടികളാണ്. ഇത് MLA അങ്ങനെ ചെയ്യാറില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA ആളുകൾക്കെല്ലാം സാരി വാങ്ങി കൊടുത്തിരിക്കുന്നത്. അത് നാട്ടുകാർക്കല്ല വാങ്ങിച്ചു കൊടുത്തത്. അതുകൊണ്ട് പരാതി പറയാൻ പറ്റത്തില്ല. ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. ആദരിക്കൽ ചടങ്ങാണ്. MLAക്ക് ആദരിക്കാമല്ലോ തൊഴിലുറപ്പുകാരെയും ഹരിതസേനക്കാരെയും ഹരിതകർമ്മസേനക്കാരെയും കുടുംബശ്രീക്കാരെയും. അവിടുത്തെ സ്ത്രീകളെ ആദരിക്കാനുള്ള അവകാശം MLAക്ക് ഉണ്ടല്ലോ. അത് അദ്ദേഹം മുതലാക്കി ജനകീയ സാംസ്കാരിക വേദി എന്ന സമിതി എന്ന് പറഞ്ഞാൽ ആരോ സ്പോൺസർ ചെയ്തതാണ്. സ്പോൺസർ ചെയ്ത സാരികൾ വളരെ കൃത്യമായിട്ട് 12,000-ലധികം ആളുകൾക്ക് സാരി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ മണ്ഡലം ഒരു 6-7 പഞ്ചായത്ത് ഉണ്ടാവുമല്ലോ. 7 പഞ്ചായത്തിൽ മിനിമം കാണും. അപ്പോൾ ആവറേജ് 100-200 ഇടയ്ക്ക് ആളുകൾക്ക് സാരി കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ചാണ്ടി ഉമ്മൻ സ്ട്രൈക്സ് അഗൈൻ. സർജിക്കൽ സ്ട്രൈക്കാണ് ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ഞെട്ടിക്കും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം കാണിച്ചൊരു വേല, എല്ലാ വീടുകളിലും ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും പറന്നാണ് കയറുന്നത്. മറ്റേ കൂടെയുള്ള പ്രവർത്തകർ ഓടി തള്ളിയാലേ കൂടെ എത്തുകയുള്ളൂ. അദ്ദേഹം 10 വീട് ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ളവർ ആദ്യത്തെ 2 വീട്ടിൽ എത്തുന്നേ ഉള്ളൂ. അത്ര വേഗത്തിൽ ഓടി എല്ലാ വീടുകളും കയറി ഇറങ്ങി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് പിടിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം BJPയുടെ സമരം, ഇദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് BJPക്കാർ സമരം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഓഫീസിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം സമരക്കാരെ ഇടയിൽ ചെന്ന് കയറി അവർക്ക് ഷേക്കാൻ്റൊക്കെ കൊടുത്ത. അവസാനം ഹരിയായിരുന്നു ജില്ലാ സെക്രട്ടറി, BJPയുടെ ജില്ലാ സെക്രട്ടറി ഹരിയായിരുന്നു ജില്ലാ പ്രസിഡന്റ്. മുൻ പ്രസിഡന്റ് ഹരിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഹരി പ്രാന്തായി. ഇതെല്ലാവരും അവർ വട്ടായി. ഇതെന്താണ് ഇയാൾ, നമ്മൾ ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അദ്ദേഹം തന്നെ ഇറങ്ങി വന്ന് എല്ലാവർക്കും കൈ ഷേക്കാൻ്റൊക്കെ തരുന്നു. അവസാനം എന്തായാലും അതും പൊളിഞ്ഞു, പപ്പടമായി. അങ്ങനെ സ്വന്തം ബുദ്ധി കൊണ്ട് PR വർക്ക് ചെയ്യുന്നത് മറ്റ് MLAമാർ കണ്ടു പഠിക്കണം. മനോഹരമായിട്ടുള്ള ഒരു ജനകീയനായിട്ടുള്ള MLA. അച്ഛന് പോലും, ഉമ്മൻചാണ്ടിക്ക് പോലും ഇത്രയും ബുദ്ധിയില്ലായിരുന്നു. അതിനേക്കാൾ അതിബുദ്ധിയാണ് കാണിക്കുന്നത്. എന്തായാലും കുറേ സ്ത്രീകൾക്ക് അവിടെ സാരി കിട്ടി. അവരെല്ലാം ഇനി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. കാര്യം സാരി വാങ്ങിക്കൊണ്ട് വേണമെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാം. പക്ഷേ എന്തായാലും ഒരുപാട് പേർക്ക് സാരി കിട്ടി. 10-300 രൂപയെങ്കിലും ആവുമല്ലോ ശരാശരി ഒരു സാരി. 12,000 പേർക്ക് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ചെറിയ പൈസയല്ല. പക്ഷേ അപ്പോഴാണ് CPM ഒരു ആരോപണമായിട്ട് വന്നു. 2 കോടി രൂപയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുത്തിട്ട്. 2 കോടി രൂപയ്ക്കുള്ള സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് സാരി കിട്ടത്തില്ലേ. 2,000 ഒന്നുമല്ലല്ലോ, കൂടുതൽ സാരി കിട്ടത്തില്ല. അപ്പോൾ 2 കോടിക്കൊന്നും വാങ്ങിച്ചു കൊടുത്ത് കാണത്തില്ല, കുറേ ലക്ഷം വാങ്ങി കാണും. ചിലപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തായിരിക്കും. വിദേശത്തൊക്കെ ഒരുപാട് ആളുകളുള്ളതല്ലേ, സ്ത്രീകൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സന്തോഷം കൊണ്ട് കൊടുക്കാൻ, പാവപ്പെട്ട സ്ത്രീകൾക്കല്ലേ. അംഗനവാടി, ആശാ വർക്കർ, തൊഴിലുറപ്പ്, അങ്ങനെ വളരെ സാധാരണക്കാരല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ സാരി കൊടുത്തു തുടങ്ങി. ഇനി ഇത് കണ്ടുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ത് കൊടുക്കും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അതുപോലെ വാസവൻ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നല്ലോ. മറ്റ് MLAമാർ, റോജിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ റോജി M. ജോണൊക്കെ ഉണ്ട് ഈ കോൺഗ്രസ്സിൽ ചെറുപ്പക്കാരായിട്ട്. പിന്നെ നമ്മുടെ മൂവാറ്റുപുഴയിലുണ്ട്,
അങ്ങനെ ഒത്തിരി വിൻസെൻ്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. ചെറുപ്പക്കാർ തന്നെ ഉണ്ട്. മഹേഷുണ്ട്. പിന്നെ കരുനാഗപ്പള്ളി എടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ തന്നെ ഉണ്ട്. VT ബൽറാമുണ്ട്. അവരൊക്കെ ഇനി എന്താണ്, ഷാഫി പറമ്പിലുണ്ട്, അവരൊക്കെ എന്താണ് വാങ്ങി കൊടുക്കാമെന്നറിയില്ല. ഇവരെന്തായാലും സാരി വാങ്ങിക്കൊടുത്തു. മനോഹരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. അദ്ദേഹത്തിന് അതാണ് ഞാൻ പറഞ്ഞത്, ചാണ്ടി ഉമ്മനെ തോൽപ്പിക്കാൻ ഒക്കില്ല മക്കളെ. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഓരോന്നായി അദ്ദേഹം പുറത്തെടുക്കും. ഇനിയും ഒരുപാട് PR വർക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് അദ്ദേഹം ഒന്നൊന്നായി കൊണ്ടുവരും. വളരെ അദ്ദേഹത്തിന് അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരാളല്ല. കാരണം ഇൻബോണായിട്ട് തന്നെ അച്ഛൻ്റെ മോനാണ്, അപ്പാടെ മോനാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ മകനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കാണാതിരിക്കില്ല. പിന്നെ അദ്ദേഹം സിമ്പിളാണ്, വളരെ വിനയമൊക്കെ ഉള്ള, ലാളിത്യമൊക്കെ ഉള്ള, എല്ലാവരുമായിട്ടൊക്കെ വളരെ കമ്പനിയൊക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടാതിരിക്കില്ല. എന്തായാലും അവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർ 2000-2000 വരുന്ന സ്ത്രീകൾക്ക് ചുമ്മാ സാരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇത് കണ്ടു, റീൽസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. വാങ്ങിയ സ്ത്രീകളെല്ലാം വോട്ട് ചെയ്യുമായിരിക്കാം. അതിനകത്ത് സാധ്യതയുള്ളത്. എന്തായാലും ചാണ്ടി ഉമ്മൻ വീണ്ടും അവിടെ ജയിക്കും. ജയിക്കിനോട് പറയാനുള്ളത്, ദയവായി ആ ഭാഗത്തോട്ടൊന്നും പോകരുത്. പാർട്ടി ചിലപ്പോൾ പറയും, ചാവേറാവാൻ പറയും. ഒരു കാരണവശാലും പുതുപ്പള്ളി ഭാഗത്തോട്ട് പോകരുത്. ഒരു അരുൺകുമാറുണ്ട്, അരുൺകുമാറും അങ്ങോട്ട് പോകരുത്. നിങ്ങളാരും ആ ഭാഗത്തോട്ടേ പോകരുത്. അവർ വേറെ ആരെങ്കിലും നിർത്തി, അവിടെയുള്ള പ്രാദേശിക ആരെങ്കിലും നിർത്തിക്കോട്ടെ CPM. നിങ്ങളൊന്നും ആ ഭാഗത്ത് പോയി വീണ്ടും തോൽക്കാനായി നിൽക്കരുത്. അവിടെ ചാണ്ടി ഉമ്മൻ വീണ്ടും തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മത്സരിച്ചാൽ ജയിക്കാനുള്ള കാൻഡിഡേറ്റാണ് അദ്ദേഹം. അതിനുള്ള എല്ലാ പണിയും പുതുപ്പള്ളിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്.